Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. നമ്മളിന്നിവിടെ എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ FIUGP BCom ഇൻകം ടാക്സ് എന്ന് പറയുന്ന 5ാം സെമസ്റ്ററിലെ പേപ്പറിൽ നമ്മളെന്താണ് രണ്ടാമത്തെ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളെന്താണ് ഏകദേശം ചാപ്റ്ററിൻ്റെ കോർ കോൺസെപ്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പ്രോബ്ലം ഡിസ്കഷനാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെന്താണ് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്നുള്ള കോൺസെപ്റ്റുകളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ എടുത്തത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾ കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളും ഫ്രം ചാപ്റ്റർ 1 ഓൺവേർഡ്സ് നിങ്ങൾ കേൾക്കുക. ഇനി അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ എന്താണ് ഈ പറയുന്ന ടോപ്പിക്സായിട്ട് ഫെമിലിയർ ആണെങ്കിൽ മാത്രമേ ഈ ക്ലാസ് കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവില്ല. നമുക്ക് വീണ്ടും ബേസിക്സിലേക്ക് പോയിട്ട് എന്താണ് അത് വീണ്ടും പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ടൈം പോകുന്ന പരിപാടിയാണ്. അപ്പോൾ അതിന് ഓൾറെഡി ആ ക്ലാസ്സുകൾ അവിടെ ഉണ്ട്. നിങ്ങളത് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് ദ ടോപ്പിക്സ് then you can proceed with the class. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് നമ്മളിവിടെ പറയുന്നത് ഇല്ലസ്ട്രേഷൻ 6 ആണ്. അപ്പോൾ ഇതും റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ് ബെറ്റി ഓഫ് ബാംഗ്ലൂർ ലെഫ്റ്റ് ഫോർ ഓസ്ട്രേലിയ ഫോർ ഹയർ സ്റ്റഡീസ് ഓൺ 1 ഓഗസ്റ്റ് 2021. ബെറ്റി എന്ന് പറയുന്ന വ്യക്തി ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് 2021 ഓഗസ്റ്റ് 1. ഷീ കെയിം ടു ഇന്ത്യ ഓൺ 20th ഡിസംബർ 2022, അതായത് ഡിസംബർ 20, 2022 ഇദ്ദേഹം തിരിച്ചു വന്നു. അപ്പോൾ 21 ഓഗസ്റ്റ് 1 പോയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ കഴിഞ്ഞു. ആ വർഷം കഴിഞ്ഞ് പിന്നീട് ഒരു വർഷം കൂടി കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് കഴിയാനായിട്ട് ഡിസംബർ 20 വരുന്നത്. ആൻഡ് സ്റ്റേഡ് ഹിയർ ഫോർ 7 months. അപ്പോൾ 22 എന്താണ് ഡിസംബർ 20 വന്ന് 7 മാസങ്ങൾ ഇദ്ദേഹം ഈ ബെറ്റി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിന്നു. അഗെയിൻ ഷി വിസിറ്റഡ് ഇന്ത്യ ഓൺ 20th 12, 2023. അപ്പോൾ ആ 7 മാസങ്ങൾ നിന്ന് പോയി വീണ്ടും 2023 ഡിസംബറിലാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഡിസംബർ മുതൽ ഇദ്ദേഹം എന്താണ് ഒരു നമ്മുടെ ഒരു ഓഗസ്റ്റ് വരെ 2022 ഇവിടെ നിന്നുണ്ടാവും. 2023 എന്നിട്ട് മടങ്ങിപ്പോയി വീണ്ടും ഡിസംബർ 20 തിരിച്ചു വന്നു. ആൻഡ് റിമെയിൻ ഇൻ ഇന്ത്യ ഫോർ 8 months. വീണ്ടും 8 മാസങ്ങൾ നിന്നു. ഹൗവർ ഷി ഡിഡ് നോട്ട് കം ടു ഇന്ത്യ ഡ്യൂറിങ് ദ ഇയർ എൻഡഡ് 31st March 2026. ഡിറ്റർമൈൻ ഹർ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. മിസ് ബെറ്റി ഡിഡ് നോട്ട് കം ടു ഇന്ത്യ ഡ്യൂറിങ് 2025-26. ഇവിടെ പറഞ്ഞതാണ് ഈ മാർച്ച് 31 വരെ 2025. അപ്പോൾ ഇദ്ദേഹം 23 എന്താണ് ഡിസംബർ 20 വന്നിട്ട് 8 മാസം. അപ്പോൾ 2024 ഒരു ഓഗസ്റ്റ് 20 അല്ലെങ്കിൽ ഒരു ജൂലൈ 20 വരെ ഇവിടെ നിന്നിട്ട് മടങ്ങിപ്പോയത് 2024 2024 2024 വരെയാണ് നിന്നത്. അതിനുശേഷം പിന്നെ വന്നിട്ടില്ല ഇങ്ങോട്ട്. 2025-26 വർഷത്തിൽ ഷി ഡിഡ്ന്റ് വിസിറ്റ് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. ഷി ഡിഡ് നോട്ട് കം ടു ഇന്ത്യ ഡ്യൂറിങ് ദ ഇയർ ended 31st March 2026. Determine her residential status for the year 25-26. Miss Betty did not come to India during the previous year 2025-26 at all. Therefore, she is non-resident in India. ഇദ്ദേഹം നോൺ റെസിഡൻ്റ് ആണ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഇദ്ദേഹത്തിന് റെസിഡൻ്റ് ആയിട്ട് എന്താണ് കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. തീരെ വന്നിട്ടില്ലല്ലോ, അപ്പോൾ ഒരു കണ്ടീഷനോടെ വരുന്നില്ല. സോ ഷീസ് അല്ലെങ്കിൽ തന്നെ എന്താണ് നമ്മൾ കണക്കൂട്ടുമ്പോൾ എന്താണ് കൃത്യമായിട്ട് ഒരു 10 വർഷത്തിൽ 2 വർഷം പോലും റെസിഡൻ്റ് ആയിട്ട് നിൽക്കുന്നുമില്ല. അതിൻ്റെ ഇടയ്ക്കാണ് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ കണ്ടീഷൻസും ഇവിടെ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. സോ ഷീസ് എ നോൺ റെസിഡൻറ്റ് ഡ്യൂറിങ് 2025-26. ഇപ്പോൾ പിറകോട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ പിന്നീട് എന്താണ് മിസ്റ്റർ ക്ലിൻറ്റ് ഈസ് എ സിറ്റിസൺ ഓഫ് ഫ്രാൻസ്. അടുത്ത ക്വസ്റ്റ്യനിൽ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ആ ബേസിക് കണ്ടീഷൻ നിങ്ങൾ എന്താണ് ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുന്നില്ല അല്ലേ. ഒരു ദിവസം പോലും ഇവിടെ നിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ 2 കണ്ടീഷനും. അപ്പോൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് വ്യക്തി റെസിഡൻ്റ് അല്ല, പിന്നെ അഡീഷണൽ കണ്ടീഷൻ വരുന്നുള്ളൂ.
അപ്പോൾ ഷീ ഡിഡ് നോട്ട് സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിങ് 2025-26. അപ്പം എന്താണ്, ഒന്നുകിൽ 182 ദിവസം നിന്നിട്ട് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നോർമൽ റെസിഡൻ്റായി, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവും അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ. അല്ലെങ്കിൽ എന്ത് വേണം, ഇദ്ദേഹം 60 ദിവസമെങ്കിലും നിൽക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ 4 വർഷങ്ങളിലായിട്ട് 365, 182 ഇല്ല 60 ഇല്ല. ഷീ സ്റ്റേഡ് ദിയർ ഫോർ 0 days ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. സോ ഷീ ഈസ് എ നോൺ റെസിഡൻറ്റ്. അത്രയേ ഉള്ളൂ. ഇനി ഇല്ലസ്ട്രേഷൻ 7 അത് ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മളെന്താണ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. അപ്പോൾ എന്താണ്, മിസ്റ്റർ ക്ലിൻറ്റ് ഇസ് എ സിറ്റിസൺ ഓഫ് ഫ്രാൻസ്. ക്ലിൻറ്റ് എന്ന് പറഞ്ഞ വിദേശിയാണ്, ഫ്രഞ്ച് പൗരനാണ് അദ്ദേഹം. ഓക്കെ. ഡ്യൂറിങ് ദ പാസ്റ്റ് ഷീ സ്റ്റേഡ് ഇൻ ഇന്ത്യ ആസ് ഗിവൺ ബിൽ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഓരോ വർഷങ്ങളിൽ ഇദ്ദേഹം ഇന്ത്യയിൽ നിന്നതാണ്. അപ്പോൾ 14, 15, 17, 18, 14, 15, 15, 16, 16, 17 അങ്ങനെ ഓരോ വർഷങ്ങളായിട്ട്. അപ്പോൾ ചില ദിവസം 174 ദിവസങ്ങൾ 20 ദിവസം നിന്നിട്ടുണ്ട് 15, 16, 280 ദിവസം 16, 17 നിന്നിട്ടുണ്ട്. 265 ദിവസം 265 ദിവസം 17, 18, 16 ദിവസം 18, 19, 160 ദിവസം 19, 20, 20, 21, 281 ദിവസം, 10 ദിവസം 21, 22, 165 ദിവസം 22, 23, 210 ദിവസം 23, 24, പിന്നെ 24, 25 0 ദിവസങ്ങൾ. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു ദിവസം പോലും ഇവിടെ നിന്നിട്ടില്ല. 25, 26 101 ദിവസം. ഇദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് കഴിഞ്ഞ വർഷം 182 ദിവസം നിന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ബേസിക് കണ്ടീഷൻസിൽ ആദ്യം നോക്കുക. അപ്പോൾ അത് നിന്നിട്ടില്ല. അപ്പോൾ പിന്നെ 60 ദിവസം നോക്കുക. അതിന് മുൻപുള്ള 4 വർഷങ്ങളിലായിട്ട് എന്താണ്, 4 പ്രീവിയസ് ഇയേഴ്സിൽ 365 ദിവസം. അപ്പോൾ 60 നിന്നിട്ടുണ്ട് അല്ലേ. 101 എന്ന് പറയുമ്പോൾ 60 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നോക്കിയാൽ ഇവിടെ 0 ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ തന്നെ എന്തായി, 365 മേലെ ആയില്ലേ. 210, 165, 375 ദിവസം. അപ്പോൾ 4 വർഷങ്ങളിൽ എന്തായാലും 360 നിന്നുണ്ട്. അപ്പോൾ ഒരു ബേസിക് കണ്ടീഷൻ ഇതാണ്. അപ്പോൾ 182 ഫോളോ ആവുന്നില്ലെങ്കിൽ ഇത് ഫോളോ ആവുന്നുണ്ട്. ഹി വാസ് പ്രസൻറ്റ് ഇൻ ഇന്ത്യ ഫോർ മോർ ദാൻ 365 days during the preceding 4 previous years. Further, he was a resident in India more than 2 previous years. അപ്പോൾ നമ്മൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ചില 10 നമ്മളെന്താണ് 10 വർഷത്തെ കണക്ക് പുറകോട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഇവിടെ ഇദ്ദേഹം റെസിഡൻ്റാണ്. ബേസിക് കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ബേസിക് കണ്ടീഷൻ അഡീഷണൽ കണ്ടീഷനും ഫോളോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്താണ്, ഇദ്ദേഹം റെസിഡൻ്റാണ്. അപ്പോൾ ഹീ ഈസ് റെസിഡൻറ്റ് ഇന്ത്യ ഫോർ മോർ ദാൻ 2 years. ഓക്കെ. പിന്നെ എന്താണ്, 7 വർഷങ്ങൾ 730 ദിവസം നിന്നിട്ടുണ്ട്. So therefore Mr. Clint is resident and ordinarily resident for previous year 2025-26. 2025-26 ഇദ്ദേഹം റെസിഡൻറ്റുമാണ്, ഓർഡിനറി റെസിഡൻറ്റുമാണ്. ഓക്കെ. അപ്പോൾ ആ അഡീഷണൽ കണ്ടീഷൻ്റെയും ബേസിക് കണ്ടീഷൻ്റെയും കാര്യം നിങ്ങൾ എന്താണ് കൃത്യമായിട്ടും നോക്കി വെക്കണം. ബേസിക് കണ്ടീഷൻസ് ആർ ദെയർ ആൻഡ് ഓൾസോ ദർ ഇസ് അഡീഷണൽ കണ്ടീഷൻസ്. അഡീഷണൽ കണ്ടീഷനിൽ ആദ്യം എന്താണ്, 10 കഴിഞ്ഞ പ്രൊസീഡിങ് 10 yearsൽ he should be at least two resident. He should be resident in India for at least 2 years, and for the preceding 7 years he should stayed in India for at least or more than 730 days എന്നുള്ളതാണ്. അതേ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്, നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. പിന്നീട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇല്ലസ്ട്രേഷൻ 8. എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈസ് സെറ്റിൽഡ് ഇൻ ന്യൂയോർക്ക്. ദ കർത്ത ഓഫ് ദ ഫാമിലി മിസ്റ്റർ ദാസ് ഈസ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. അതായത് ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ജീവിക്കുന്നത് ന്യൂയോർക്കിലാണ്. ദേ ആർ സെറ്റിൽഡ് ഇൻ ന്യൂയോർക്ക്. അതിൽ കറുത്ത മിസ്റ്റർ ദാസ് എന്താണ്, അദ്ദേഹം നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ബേസിക് കണ്ടീഷൻ, റെസിഡൻഷ്യൽഷിപ്പിൻ്റെ ബേസിക് കണ്ടീഷനെ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ. അഡീഷണൽ കണ്ടീഷൻ ഇദ്ദേഹത്തിന് സാറ്റിസ്ഫൈ ആവുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 2025-26 ഡിറ്റർമൈൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ HUF.
2025-26 ഈ പറയുന്ന ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. For the previous year 2025-26, if the affairs of the family business in India are controlled, അതായത് ഈ ഫാമിലി ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഇന്ത്യയിൽ എങ്ങനെ കൺട്രോൾ ചെയ്തെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഹോളി ഫ്രം ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ റെസിഡൻഷ്യൽഷിപ്പ് വരിക എന്നുള്ളതാണ്. അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ഹോളി ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്താലും അതിൻ്റെ കർത്ത എന്ന് പറയുന്ന വ്യക്തി നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിൽ ദ HUF ഇസ് എ നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഇനി ഹോളി ഫ്രം ന്യൂയോർക്ക് ആണെങ്കിൽ എന്താണ് ഈ HUF എന്താണ്, ഇപ്പോൾ കർത്ത നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്താണിത് ഹോളി കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ നോൺ റെസിഡൻറ്റ്. പാർട്ട്ലി ഫ്രം ഇന്ത്യ വരുമ്പോൾ എന്താണ്, ഇഫ് ദ ബിസിനസ് ഈസ് പാർട്ട്ലി കൺട്രോൾഡ് ഫ്രം ഇന്ത്യ HUF ഈസ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. അപ്പോൾ പാർട്ട്ലി അല്ലെങ്കിൽ ഹോളി വന്നാൽ കൺട്രോൾ ചെയ്യുക, കർത്ത എന്താണ് ഈ പറയുന്ന നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിൽ എന്താണ് ഇത് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഇഫ് ദ HUF ഈസ് എൻറ്റയർലി കൺട്രോൾ ഫ്രം ന്യൂയോർക്ക് നോട്ട് ഇൻ ഇന്ത്യ ദെൻ ഇറ്റ് ഈസ് എ നോൺ റെസിഡൻറ്റ് എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ചോദിക്കുന്നത്, വാട്ട് വിൽ ബി ദ പൊസിഷൻ ഓഫ് മിസ്റ്റർ ദാസ് what will be the position if Mr. Das is resident and ordinarily resident in India during the previous year 2025-26? മിസ്റ്റർ ദാസ് 2025-26 ഇവിടെ ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. സോ ഇഫ് ഇറ്റ് ഈസ് ഹോൾലി ഓൺഡ് ഫ്രം ഇന്ത്യ ഇറ്റ് ഇസ് എ റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറിലി അല്ല റെസിഡൻ്റ് ആണ്. ഇഫ് ഇറ്റ് ഇസ് കൺട്രോൾഡ് ഫ്രം ന്യൂയോർക്ക്, അത് കർത്ത എന്താണ് ഇവിടെ പുറമേ നിന്ന് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ HUFൻ്റെ നിങ്ങൾ നോക്കേണ്ട കേസ് എന്താണ് എന്ന് വെച്ച്, HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആദ്യം എൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻ്റ് ആണ്. അത് ഹോൾലി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആണെങ്കിൽ എന്താണ് റെസിഡൻ്റ് ആണ്. പിന്നെ കർത്തേൻ്റെ കാര്യം നോക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫസ്റ്റ് പ്രൈമറി കാര്യം നോക്കേണ്ടത് എൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇവിടെ കർത്ത റെസിഡൻ്റ് ആണെങ്കിൽ ഇഫ് ദ HUF ഹാസ് ബീൻ ഓൺലി ഫ്രം ന്യൂയോർക്ക്, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ഇത് തന്നെയാണ്. രണ്ടാമത്തേതിൽ എന്താണ്, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് കർത്ത എന്ന് പറഞ്ഞ മിസ്റ്റർ ദാസ് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആകുമ്പോൾ കണ്ടീഷൻ, ഈ 3 കണ്ടീഷനിൽ എന്ത് വരുന്നതാണ്, അത് റെസിഡൻ്റ് ആണെങ്കിൽ ഈ 3 കണ്ടീഷനിൽ എന്ത് വരുന്നതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ. അപ്പം അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് കൺട്രോൾഡ് ഹോളി ഫ്രം ഇന്ത്യ ഇറ്റ്സ് ദ HUF ഇസ് എ റെസിഡൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് കൺട്രോൾഡ് ഓൺലി ഫ്രം ന്യൂയോർക്ക് ഇറ്റ് ഇസ് എ നോൺ റെസിഡൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് കൺട്രോൾഡ് പാർട്ട്ലി കൺട്രോൾ ഫ്രം ഇന്ത്യ അതെന്താണ് റെസിഡൻ്റ് ആണ്. കർത്ത അവിടെ എന്താണ് ഓർഡിനറി റെസിഡൻറ്റും ആണ്. ഇത് ഇന്ത്യയിൽ നിന്ന് പാർട്ട്ലി കൺട്രോൾ ചെയ്താൽ എന്താണ് അത് റെസിഡൻറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിസ്റ്റർ സ്മിത്ത് ആൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലെയർ കംസ് ടു ഇന്ത്യ. ഓക്കെ, അപ്പോൾ മിസ്റ്റർ സ്മിത്ത് 2015 മുതൽ 2015-16 വർഷം മുതൽ ഇന്ത്യയിൽ എല്ലാ വർഷവും വരുന്നുണ്ട്. ഇദ്ദേഹം 105 ദിവസം ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട്. ഡിറ്റർമൈൻ ഈസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് for the relevant previous years including 2025-26. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2025-26 ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. വാട്ട് വിൽ ബി ദ പൊസിഷൻ ഇഫ് ഹി സ്റ്റേസ് ഇന്ത്യ ഫോർ 104 days എവറി ഇയർ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് 2015 മുതൽ 2025-26 വർഷം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 11 വർഷങ്ങൾ അല്ലേ. 2015-16 105 ദിവസം എന്നാൽ നോൺ റെസിഡൻ്റ് ആണ്. അതായത് ഈ പറയുന്ന ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ആവുന്നില്ല. ഇതിന് മുന്നേ ഇദ്ദേഹം നിന്നിട്ടില്ല. അപ്പോൾ 182 ദിവസം അല്ലേ, 182 days 182 days ആണിത്. പിന്നെ 60 ദിവസം നോക്കണം. അതിൻ്റെ കൂടെ എന്ത് വേണം, 4 വർഷങ്ങൾ, അതിന് മുന്നത്തെ 4 വർഷങ്ങളിൽ 365 ദിവസം നിൽക്കണം. അപ്പം അത് ഇവിടെ വരുന്നില്ല, 2 ബേസിക് കണ്ടീഷനും വരുന്നില്ല. സോ ഇസ് നോൺ റെസിഡൻറ്റ്. അടുത്ത വർഷം അതന്നെ 60 വരുന്നുണ്ടെങ്കിൽ എന്താണ് ഇത് വരുന്നില്ലല്ലോ, നോൺ റെസിഡൻറ്റ്. ഈ വർഷം അതന്നെ 60 വരുന്നുണ്ട്, പക്ഷെ എന്താണ് പ്രീവിയസ് ഇയേഴ്സിൽ അത് വരുന്നില്ല, നോൺ റെസിഡൻറ്റ്. ഇവിടെയും അത് തന്നെ, പ്രീവിയസ് ഇയറിന് പ്രത്യേകമുള്ള വർഷം നോക്കിയാൽ നോൺ റെസിഡൻ്റ് ആണ്. ഇവിടെ വരുമ്പോൾ എന്താണ് 60 ദിവസമുണ്ട്, പിന്നെ എത്രയായി
4 വർഷങ്ങളിലായിട്ട് ഇദ്ദേഹം 420 ദിവസമായി. അപ്പോൾ എന്താണ്, ഒരു അഡീഷണൽ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോട്ട് ഓർഡിനറിലി ആണ് ഇവിടെ. അപ്പോൾ ബേസിക് കണ്ടീഷൻ ഒരു ബേസിക് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അഡീഷണൽ എന്തൊക്കെയാണ് ഈ പറയുന്ന, ഇതിലിപ്പോൾ ഈ വർഷം മാത്രമല്ലേ റെസിഡൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ 2 വർഷങ്ങൾ റെസിഡൻ്റ് ആവണം. ഇവിടെയും അതുകൂടാതെ എന്താണ് 700 സംതിങ് ഡേയ്സ് 7 വർഷങ്ങൾ നിൽക്കണം. അപ്പോൾ ആവുന്നില്ല. 1 2 3 4 5 അല്ലേ, 500 ചില്ലാൻ ദിവസങ്ങളെ വരുന്നുള്ളൂ. ഇവിടെയും എന്താണ് റെസിഡൻ്റ് ആണ്, പക്ഷേ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. പക്ഷെ ഇവിടെ മുതൽ എന്താണ്, ഇദ്ദേഹം ഈ പറയുന്ന 1 2 3 4 5 6 7 720 ദിവസം കഴിയുന്നുണ്ട്. 2 വർഷങ്ങൾ റെസിഡൻറ്റും ആവുന്നുണ്ട് 10 വർഷത്തിൽ. അപ്പോൾ എന്താണ് ഈ പറയുന്ന 2 അഡീഷണൽ കണ്ടീഷനും ഒരു ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ മുതൽ ഇങ്ങോട്ട് എന്താണ് 105 ദിവസം കണ്ടിന്യൂസ്ലി വരികയാണെങ്കിൽ ഈസ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറയുന്ന മിസ്റ്റർ സ്മിത്തിൻ്റെ കേസിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഇതിൽ പറയാനുള്ളത്. 105 ദിവസം. വാട്ട് വിൽ ബി ദ പൊസിഷൻ ഇഫ് ഹി സ്റ്റേസ് ഇൻ ഇന്ത്യ ഫോർ 104 ഡേയ്സ് എവറി ഇയർ? എല്ലാ വർഷവും എന്താണ് 104 ദിവസം നിൽക്കുകയാണെങ്കിൽ ഈസ് എ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഫോർ ഓൾ പ്രീവിയസ് ഇയർ ഫ്രം 2019 ഓൺവേർഡ്സ്. ആൻഡ് ഇഫ് ഹി സ്റ്റേസ് 104 ഡേയ്സ് എവറി ഇയർ ബിക്കോസ് in that case the second additional condition is not satisfied. He could not be present in India for 730 days during the 7. അപ്പോൾ ഈ 7 പീരീഡിൽ എന്താണ് ഇദ്ദേഹത്തിന് വരില്ല. ഓക്കെ, ഇതേ കണ്ടീഷൻ തന്നെ, ഇതേ സംഗതി തന്നെ വരിക. 730 ദിവസം എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കണ്ടീഷനിൽ നമ്മളെന്താണ് കൃത്യമായിട്ട് ഈ ഒരു കണ്ടീഷൻസ് നമ്മളെന്താണ് HUFൻ്റെ അല്ല, ഇൻഡിവിജ്വലിൻ്റെ കണ്ടീഷൻസ് നിങ്ങൾ നോക്കിയിട്ട് എന്താണ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതുക. പിന്നീട് ഇത്തരം ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 16ാമത്തെ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പോവാം. കമൻറ്റ് ഓൺ ദ ടാക്സബിലിറ്റി ഓഫ് ദ ഫോളോയിങ് ഇൻകംസ് ഓഫ് മിസ്റ്റർ പ്രസാദ് ഡ്യൂറിങ് ഫിനാൻഷ്യൽ ഇയർ 2025-26 assuming that he is ordinarily resident but not ordinarily resident, non-resident. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഇൻകംസ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ബാങ്ക് ഇൻട്രസ്റ്റ് അക്രൂസ് ഇൻ ഇന്ത്യ, ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ റിസീവ് ഇൻ ഇന്ത്യ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുക. ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം നിങ്ങൾ. മനസ്സിലായില്ലേ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ, മൂന്നിലും ടാക്സബിൾ ആണ്. ഇൻകം ബാങ്ക് ഇൻട്രസ്റ്റ് അക്രൂസ് ഇൻ ഇന്ത്യ എന്താണ് എല്ലാത്തിനും ടാക്സബിൾ ആണ്, മൂന്നിലും ടാക്സബിൾ ആണ്. ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എല്ലാത്തിനും ടാക്സബിൾ ആണ്. പിന്നെന്താണ് ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, അതും എല്ലാത്തിലും ടാക്സബിൾ ആണ്. പിന്നെന്താണ് ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം റിസീവ്ഡ് ആൻഡ് അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ബിസിനസ് ഈസ് കൺട്രോൾ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ഓർ പ്രൊഫഷണൽ സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ. അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് ടാക്സബിൾ അല്ല, ഇവർക്ക് രണ്ടുപേർക്കും ടാക്സബിൾ ആണ്. പിന്നീട് സാലറി ഇൻകം റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ അറൈസിങ് ഓർ അക്രൂയിങ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ഓർഡിനറി റെസിഡൻറ്റിന് മാത്രമേ സാലറി ഇൻകം അക്രൂയിങ് ഔട്ട്സൈഡ് ഇന്ത്യ ടാക്സബിൾ ആവുള്ളൂ, ബാക്കി രണ്ടുപേർക്കും ടാക്സബിൾ അല്ല. പിന്നെ ഗിഫ്റ്റ്സ് ഇൻ ക്യാഷ് അബവ് 50,000 റിസീവ്ഡ് ഔട്ട്സൈഡ് ഫ്രം എ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് എന്താണ് അതും ഇയാൾക്ക് മാത്രമേ ടാക്സബിൾ ഉള്ളൂ, രണ്ടുപേർക്കും ടാക്സബിൾ അല്ല. പിന്നെന്താണ് ഗിഫ്റ്റ് റിസീവ്ഡ് ഗ്രാൻഡ് ഫാദറിൻ്റെ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ് ഒന്നും ടാക്സബിൾ ആർക്കും ടാക്സബിൾ ആവില്ല. നമ്മൾ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ് ടാക്സബിൾ അല്ല. പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് 50,000 ക്യാഷ് അബവ് 50,000 റിസീവ്ഡ് ഇൻ ഇന്ത്യ, അത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 പേർക്കും ടാക്സബിൾ ആണ്. പിന്നെ എന്താണ് ഇൻകം ഏൺഡ് ഡ്യൂറിങ് 2021 നോട്ട് സബ്ജക്ട് ടു ടാക്സ് ഇൻ ഇന്ത്യ, അത് മുന്നത്തെ പ്രീവിയസ് ഇയറിൽ എപ്പോഴും ഉള്ളതാണ്, 2025-26 ഉള്ളത് പ്രീവിയസ് ഇയറിൽ, അതായത് 24-25 വരുന്നതല്ലല്ലോ. അപ്പോൾ അതെ 25-26 വരുന്നത്, അതിന് മുന്നത്തെ പ്രീവിയസ് ഇയറിലല്ലേ, അത് പുറമേ നിന്ന് വന്നതുമാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ ഫോർ ഓൾ. അപ്പോൾ ഈ നോട്ട് നോക്കുക നിങ്ങൾ, ഒരു ഗിഫ്റ്റ് ഒരു റിലേറ്റീവിൻ്റെ നിന്ന് കിട്ടുകയാണെങ്കിൽ എന്താണ് അത് ടാക്സബിൾ അല്ല എന്നുള്ളതാണ്.